അസ്സലാമു അലൈക്കും. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ഭാഗം 4. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. ഓൺലൈൻ സെഷൻ്റെ 2ാം ഭാഗമാണിത്. നമ്മളിതുവരെ 16 പദങ്ങൾ പഠിച്ചു. 16 പദങ്ങളുടെയും അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ യഥാവിധി പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. 1ാം സെഷനിൽ നാം 28 കൺസോണൻസ് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. അതേപോലെ ലോങ് വോവൽസ് 3 ലോങ് വോവൽസ് ദീർഘാക്ഷരങ്ങൾ പഠിച്ചു. വോവൽ സിംബൽസ് പഠിച്ചു. സ്വരചിഹ്നങ്ങൾ ഫത്ഹ കസറ ലമ്മ്. സ്വരചിഹ്നങ്ങൾ ഇല്ല എങ്കിൽ സൈലൻ്റ് ലെറ്റർ ആണെങ്കിൽ അതിന് ഹ്രസ്വം എന്ന് മലയാളത്തിൽ പറയാം, സുക്കൂൻ എന്ന് പറയും അറബിയിൽ. പിന്നെ സ്വരചിഹ്നങ്ങളുടെ ഇരട്ടിപ്പ് തൻവീനുൽ ഫത്ഹ്, തൻവീനുൽ കസർ, തൻവീനുൽ ലമ്മ് പഠിച്ചു. അതേപോലെ അക്ഷരം ഇരട്ടിക്കുന്നതിനുള്ള ഷദ് എന്ന അടയാളം പഠിച്ചു. 28 കൺസോണൻസ്, 3 ലോങ് വോവൽസ്, വോവൽ സിംബൽസ്, ഡബിൾ സിംബൽസ് ആൻഡ് ഡബിൾ ലെറ്റേഴ്സ്, ഷദ്. ഡിഫറൻസ് ബിറ്റ്വീൻ അലിഫ് ഹംസ്. അലിഫും ഹംസും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഹംസ് ഇതിന് ഇരിക്കേണ്ട സ്ഥലം കുർസി, അതിൻ്റെ ഇരിപ്പിടം പഠിച്ചു. ഹാസ ഇത് എന്ന് സൂചിപ്പിക്കാൻ പഠിച്ചു. മ ഹാസ ഇതെന്താണ് എന്ന് ചോദിക്കാൻ പഠിച്ചു. ഇത് അതാണോ ഹാസ എന്ന് ചോദിക്കാൻ പഠിച്ചു. നഅം അതെ എന്നും ല അല്ല എന്നും ഉത്തരം പഠിക്കാൻ പഠിച്ചു. അതോടൊപ്പം 11 നാമങ്ങളാണ് നാം പഠിച്ചത്. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് പഠിക്കേണ്ടത് മൻ ആര്. മൻ ആര്. നേരത്തെ ഞാൻ പഠിച്ചത് മ എന്ത് എന്ന് ചോദിക്കാനാണ് പഠിച്ചത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നമുക്കിവിടെ മനസ്സിലാക്കാം. ഇതാരാണ് എന്നങ്ങനെ ചോദിക്കും. മൻ ഹാസ. മൻ ഹാസ ഇതാരാണ്. ഹസ ത്വബീബുൻ ഇതൊരു ഡോക്ടറാണ്. ഹസ ത്വബീബുൻ ഇതൊരു ഡോക്ടറാണ്. മൻ ഹസ. ഹസ വലദുൻ. ഹസ വലദുൻ ഇതൊരു ആൺകുട്ടിയാണ്. ഹസ വലദുൻ ഇതൊരു ആൺകുട്ടിയാണ്. മൻ ഹസ ഇതാരാണ്. ഹസ ത്വാലിബുൻ. ഹസ ത്വാലിബുൻ ഇതൊരു സ്റ്റുഡൻ്റാണ്. ഇതൊരു വിദ്യാർത്ഥിയാണ്. ഹസ ത്വാലിബുൻ. അഹസ വലദുൻ ഇതൊരു ആൺകുട്ടിയാണോ. അഹസ വലദുൻ ഇതൊരു ആൺകുട്ടിയാണോ. ല ഹസ റജുലുൻ അല്ല ഇതൊരു പുരുഷനാണ്. ല ഹസ റജുലുൻ ഇതൊരു പുരുഷനാണ്. റജുലുൻ പുരുഷൻ. ഇനി അതിൻ്റെ വ്യത്യാസം ശ്രദ്ധിക്കുക. മ ഹസ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നാം പറഞ്ഞു മ ഹസ ഇതെന്താണ്. മറുപടി പറഞ്ഞു ഹസ മസ്ജിദുൻ ഇതൊരു മസ്ജിദാണ്. അതേസമയം ഇവിടെ മൻ ഹസ എന്നാണ് ചോദിക്കേണ്ടത്. മൻ ഹസ ഇതൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ മൻ ഹസ എന്നാണ്. ഹസ ഉപയോഗിക്കാം, പക്ഷേ മ ഉപയോഗിക്കാൻ പറ്റില്ല. മൻ ആണ് ഉപയോഗിക്കേണ്ടത്. മൻ ഹസ ഇതാരാണ്. ഹസ താജിറുൻ. ഹസ താജിറുൻ. അപ്പോൾ ഹസ മസ്ജിദുൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹസ താജിറുൻ ഇതൊരു കച്ചവടക്കാരനാണ് എന്നും പറയാം. ഇനി ഒരു ജീവി. ഹസ കൽബുൻ. ഹസ കൽബുൻ. ഹസ കൽബുൻ. ഹസ മസ്ജിദുൻ. ഹസ വലദുൻ. ഹസ താജിറുൻ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഹസ കൽബുൻ. ഹസ കൽബുൻ ഇതൊരു നായയാണോ. കൽബുൻ നായ. ഹസ കൽബുൻ ഇതൊരു നായയാണോ. ല ഹസ ഖിത്തുൻ അല്ല ഇതൊരു പൂച്ചയാണ്. ഖിത്തുൻ പൂച്ച. ല ഹസ ഖിത്തുൻ അല്ല ഇതൊരു പൂച്ചയാണ്. ഖിത്തുൻ പൂച്ച. ഹസ ഹിമാറുൻ. ഹസ ഹിമാറുൻ മറ്റൊരു ജീവി. ഹസ ഹിമാറുൻ ഇതൊരു കഴുതയാണ്. ഹസ ഹിമാറുൻ ഇതൊരു കഴുതയാണോ. ല ഹദാ ഹിസാനുൻ
അല്ല, ഇതൊരു കുതിരയാണ്. ല ഹദ ഹിസാനുൻ, അല്ല, ഇതൊരു കുതിരയാണ്. മ ഹദ, ഇതെന്താണ്? ഹദ ജമലുൻ, ഹദ ജമലുൻ, ഇതൊരൊട്ടകമാണ്. ജമലുൻ, ഒട്ടകം. ഹദ ജമലുൻ, ഇതൊരൊട്ടകമാണ്. മ ഹദ, ഹദ ദീക്കുൻ, ഇതൊരു പൂവൻകോഴിയാണ്. മ ഹദ, ഇതെന്താണ്? ഹദ ദീക്കുൻ, ഇതൊരു പൂവൻകോഴിയാണ്. അപ്പോൾ ഹദ ഹിസാനുൻ, ഹദ റജുലുൻ, ഹദ വലദുൻ, ഹദ മസ്ജിദുൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഹദ ദീക്കുൻ, ഇതൊരു പൂവൻകോഴിയാണ്. മൻ ഹദ, ഇതാരാണ്? മൻ ഹദ, ഇതാരാണ്? ഹദ മുദർരിസുൻ, ഹദ മുദർരിസുൻ, ഇതൊരു അധ്യാപകനാണ്. അഹദ ഖമീസുൻ, അഹദ ഖമീസുൻ, ഇതൊരു ഷർട്ടാണോ? ല ഹദ മിൻദീലുൻ, അല്ല, ഇതൊരു തുവാലയാണ്, ഇതൊരു ടവലാണ്. ഹദ മിൻദീലുൻ, ഇതൊരു തുവാലയാണ്. മിൻദീലുൻ, തുവാല അല്ലെങ്കിൽ ടവൽ. ഇനി ഇവിടെ നാം പഠിച്ച പദങ്ങൾ ഹർക്കത്തില്ലാതെ, സ്വരച്ചിഹ്നങ്ങളില്ലാതെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. നിങ്ങളത് പെട്ടെന്ന് തന്നെ വായിക്കുക. അതിനുശേഷം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുവരുത്താം. ما هذا؟ هذا قلم. هذا كلب. من هذا؟ هذا طبيب. هذا جمل. أهذا كلب؟ لا، هذا قط. أهذا ديك؟ نعم. അപ്പോൾ ഷോർട്ടായിട്ട് ആൻസർ ചെയ്താൽ അതെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നഅം ഹദാ ദീക്കുൻ എന്ന് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നഅം എന്ന് മാത്രം പറഞ്ഞാലും മതി. അഹദാ ദീക്കുൻ? നഅം. അഹദാ ഹിസാനുൻ? ലാ, ഹദാ ഹിമാറുൻ. ഹദാ മിൻദീലുൻ. അഹദാ വലദുൻ? നഅം. من هذا؟ هذا رجل. ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നാം ഇന്ന് 14 പുതിയ പദങ്ങൾ പഠിച്ചു. ഇതിൽ പലത് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്നതായിരിക്കാം. ഒരു മനുഷ്യന് ഒരു ദിവസം 15 പുതിയ പദങ്ങൾ പഠിക്കാം എന്ന മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ് നാം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും 15 പുതിയ പദങ്ങൾ പഠിക്കാൻ കഴിയും, നിങ്ങൾ തികച്ചും പുതിയ ആളാണെങ്കിൽ. ഈ പദങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കലി, പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.